തിരുവനന്തപുരം ജില്ലയിലെ ചോഴിയക്കോട് സ്വദേശിയായ ഉണ്ണി അമ്മയമ്പലം മലയാളത്തിലെ ശ്രദ്ധേയനായ ബാലസാഹിത്യകാരനാണ്. അധ്യാപകനായും അധ്യാപക പരിശീലകനായും പ്രഭാഷകനായും പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 ബാലസാഹിത്യ പുരസ്കാരം, സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ പ്രതിഭാധനനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഈ സാഹിത്യകാരന് ലഭിച്ചിട്ടുണ്ട്. ഞാനറിഞ്ഞ ക്രിസ്തുവിലൂടെ മനസ്സ് തുറക്കുന്നു ഉണ്ണി അമ്മയമ്പലം. പ്രിയമുള്ളവരെ, നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി അമ്മയമ്പലം. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കുഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. തിരുവനന്തപുരം തെങ്കാശി റോഡിൻ്റെ ഒരു വശത്ത് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം, അമ്മയമ്പലം എന്ന് പറയുന്ന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൊച്ചുകലുങ്ക്, ആ ഭാഗത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലമാണ്. ഇന്നത്തെ പോലെ ഒരുപാട് വികസനങ്ങളൊന്നും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു ഗ്രാമം. ഏതൊരു ഗ്രാമത്തിൻ്റെയും ഒരു വലിയ മനോഹാരിത എന്ന് പറയുന്നത് അവിടുത്തെ ആരാധനാലയങ്ങളാണല്ലോ. ഞങ്ങൾക്കവിടെ പള്ളിയും അമ്പലവും മോസ്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന അച്ഛൻ ഞങ്ങൾ കുട്ടികൾക്ക് വലിയ കൗതുകമായിരുന്നു. എൻ്റെ വീടിനടുത്ത് ഒരു ചെറിയ ക്രിസ്ത്യൻ ഫാമിലി താമസിച്ചിരുന്നു. അവർ മിക്കവാറൊക്കെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളാരും അങ്ങനെ പ്രാർത്ഥനയ്ക്കൊന്നും പോകാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഞാനവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഞങ്ങളുടെ ചോഴിയക്കോട് പള്ളിയിലെ വികാരി അച്ഛൻ അവിടെ വന്ന് പ്രസംഗിച്ചു. ജീവനുള്ള അപ്പമാണ് ക്രിസ്തു എന്ന്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ക്രിസ്തു എന്ന് പ്രസംഗിച്ചു. അപ്പോൾ എനിക്കത് അക്കാലത്ത് മനസ്സിലായില്ല. ജീവനുള്ള അപ്പം എന്താണെന്നോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്താണെന്നോ മനസ്സിലായില്ല. എന്നാൽ രണ്ടാമത് അച്ഛൻ പറഞ്ഞു, ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞു. ഇതെന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പലരോടും ചോദിച്ചു, ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഈ കഴിക്കുന്ന അപ്പം തിന്നാൽ മരിക്കില്ലേ? കാരണം എനിക്ക് അന്നും ഇന്നുമൊക്കെ മരിച്ചു പോകുന്നതിനെക്കുറിച്ച് വലിയ ഭയമാണ്. കാരണം മരിച്ചു പോയവരെ എന്നെങ്കിലും തിരിച്ചു കാണാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരിച്ചു പോയവരെക്കുറിച്ച് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അന്ന് മുതൽ ഞാൻ ജീവിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ അപ്പം തിന്നുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ നമ്മൾ കുട്ടികളാണ്, ഈ അന്വേഷണം എങ്ങും എത്തില്ല. ഒരു പക്ഷേ നമ്മുടെ ഈ ആഗ്രഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആകാംക്ഷയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അവിടെ അവസാനിപ്പിച്ച് വീണ്ടും നമ്മുടെ ഡെയിലി റൊട്ടീൻ. നമുക്ക് ധാരാളം പശുക്കളൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. 12 മക്കളുള്ള ഒരു പഴയ നായർ തറവാടായിരുന്നു. അപ്പോൾ ഒരുപാട് അംഗസംഖ്യയുണ്ട്, പശുക്കളുണ്ട്, കൃഷിയുണ്ട്, പറമ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പശുവിൻ്റെ കാര്യം നോക്കണം, ആടിൻ്റെ കാര്യം നോക്കണം, ഇതിന് തീറ്റ ഉണ്ടാക്കണം, ഇതിന് വേണ്ടി വനത്തിൽ പോവുക, വിറക് കൊണ്ടുവരിക, പുല്ല് കൊണ്ടുവരിക, പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുക, പാല് കൊണ്ട് വീടുകളിലും കടകളിലും ഒക്കെ കൊടുക്കുക, വൈകുന്നേരം അതിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട് വരിക, പിണ്ണാക്ക് വാങ്ങിക്കുക. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാണ് നമ്മുടെ പഠനമെല്ലാം നടന്നിരുന്നത്. കാരണം പശു അല്ലെങ്കിൽ ആട്, കോഴി, പിന്നെ ഒരു കാർഷിക ഗ്രാമം, കർഷക ദമ്പതികളുടെ മകൻ, അധ്വാനം, മണ്ണിനോട് അധ്വാനിക്കുക, അതുപോലെ സർവ്വചരാചരങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സഹോദരങ്ങളെപ്പോലെ കാണുക.
അവർക്കൊക്കെ പേരിട്ട് വിളിക്കുക, കിളിയെ വീട്ടിൽ വളർത്തുക, ആടിനെ വീട്ടിൽ വളർത്തുക, പശുവിനെ വീട്ടിൽ വളർത്തുക, അവരെയൊക്കെ ഒരു അംഗമായിട്ട് കാണുക. അതുപോലെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് പുല്ല് തേടി പോവുക, പുല്ല് കൊണ്ടുവന്ന് കൊടുക്കുക, അതിൻ്റെ ചാണകം വാരുക, കുളിപ്പിക്കുക. ഇങ്ങനെ പിന്നെ ഒരുപാട് തൊഴിലുകൾ, ജോലികളിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യം, ഈ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ക്രിസ്തു. ഈ അപ്പം ഭക്ഷിക്കുന്ന ആൾ മരിച്ചാലും ജീവിക്കും എന്ന ഒരു അച്ഛൻ്റെ പ്രസംഗം കുട്ടിക്കാലത്ത് കേട്ടതാണ്, ഒരു വിത്ത് കണക്കെ. അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. പക്ഷേ അതിനെക്കുറിച്ച് ആരോടും കൂടുതൽ ചോദിക്കാനൊന്നും ഞാൻ മെനക്കെട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായതുമില്ല. കാര്യം ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. ഞങ്ങളുടെ അമ്പലമാണ് അമ്മയമ്പലം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ പേരിൻ്റെ ഒപ്പമുള്ളത്. ഉണ്ണി അമ്മയമ്പലം എന്നുള്ളത് ആ അമ്പലത്തിൻ്റെ പേരാനിട്ടിരിക്കുന്നത്. ശിവക്ഷേത്രമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അവിടെ ഒരു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ബൈബിള് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് എത്തിയിരുന്നില്ല, സമീപത്ത് പോലും എത്തിയിരുന്നില്ല. ആ വിശ്വാസം നമുക്ക് അറിയത്തില്ല. ഇനി എന്തിനു പറയുന്നത്, ക്രിസ്ത്യാനികൾക്ക് പോലും ഈ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തക്കതായ മറുപടി തരാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അവരുടെ ജീവൻ. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ ഞങ്ങളുടെ ഒരു പശു ചത്തുപോയി. ഞങ്ങൾക്ക് ഒരുപാട് പശു ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പശു ചത്തുപോയി. പശു ചത്തുപോയപ്പോൾ ഞാനിത് ആലോചിച്ചു. അതായത് ഈ ജീവനുള്ള അപ്പം കഴിച്ചാൽ മരിച്ചാൽ ജീവിക്കുമല്ലോ എന്നാലോചിച്ചു. അങ്ങനെയാണ് അവിടെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു കത്തോലിക്ക സഭയിലെ പുരോഹിതൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ അപ്പം എനിക്ക് തരുമെന്ന് ചോദിച്ചു. ആ അച്ഛൻ എന്നോട് ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുട്ടിയാണ്, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പശു പെട്ടെന്ന് ചത്തുപോയി. അതിൻ്റെ കുട്ടി തനിയെയാണ്, പ്രസവിച്ച് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കുട്ടി തനിച്ചാണ്. ആ കുട്ടി എങ്ങനെ പാല് കുടിക്കും? ആ കുട്ടി എങ്ങനെ ജീവിക്കും? മനുഷ്യ കുഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കുപ്പിപ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ ഏറ്റെടുത്ത് വളർത്തും. പക്ഷേ ഈ കുഞ്ഞെങ്ങനെ ജീവിക്കും? അപ്പോൾ അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു മാസങ്ങൾക്ക് മുമ്പ്. പറ്റുമെങ്കിൽ ഈ ജീവനുള്ള അപ്പം എനിക്ക് നൽകണം. ഇനിയുള്ള ബാക്കിയുള്ള പശുക്കൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞിന്, ഈ പശുക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ അവർ ജീവിക്കട്ടെ എന്ന് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്ന് ഞാൻ തീരെ കൊച്ചു കുഞ്ഞാണ്. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ മറ്റോ ആണ് ഞാൻ പഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ചിന്തയില്ല. അപ്പോൾ അച്ഛൻ ചിരിച്ച് തോളത്ത് കെട്ടിയിട്ട് ഈ ലോഹയുടെ പോക്കറ്റിൽ നിന്ന് മിഠായിയൊക്കെ തന്നിട്ട് മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഒരു തമാശ പോലെ ചിരിച്ചിട്ട് അച്ഛൻ ബുള്ളറ്റിൽ കയറി പോയി. പിന്നെയും ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ 10ാം ക്ലാസ്സായി, അതുപോലെ 11ാം ക്ലാസ്സായി. 11ാം ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ചെയ്യാത്ത കുറ്റത്തിന്, ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരുപക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് ആണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരു മരണത്തിൻ്റെ വക്കോളം എത്തിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഈ അപകടം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രശ്നം എൻ്റെ ജീവിതത്തെ ബാധിച്ചപ്പോൾ, ഞാൻ അന്ന് ഈ പറഞ്ഞ അച്ഛൻ എൻ്റെ സ്ഥലത്തെ ചോഴിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഇടവപ്പള്ളിയിൽ വികാരിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ട്രാൻസ്ഫറായി പോയില്ല. കാര്യം ഒരു 6-7 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എനിക്കൊരു ചെറിയ ബൈബിൾ തന്നു. ബൈബിൾ തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇതൊന്ന് വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പഠനമൊക്കെ ഇടയ്ക്കൊന്ന് മുടങ്ങി. എനിക്കൊരു വലിയ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അത് ആർക്കും അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് അപൂർവം പേർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാവൂ, മറ്റാർക്കും അറിയത്തില്ല.
അപ്പം എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അച്ഛൻ എനിക്കൊരു ബൈബിൾ തരുന്നത്. ഞാൻ ഈ ബൈബിൾ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഒരു 2-3 വചനങ്ങളുണ്ടായിരുന്നു ബൈബിളിൽ. അതിപ്പോൾ കൃത്യമായിട്ട് ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാൻ പുറത്ത് പറയുകയാണ്. ഒന്ന്, ഞാൻ നിൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകിയിട്ടുണ്ട്. കാരണം ഈ ചെയ്യാത്ത കുറ്റത്തിന് ഒരു ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പീഡനകാലമാണ്. അപ്പം ഞാൻ ഈ ബൈബിൾ വായിച്ച് വന്നപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ ബൈബിളിൽ പറയുന്നത്, പുതിയ നിയമത്തിൽ പറയുന്നത്. മറ്റുള്ളവരുടെ ശിക്ഷകൾ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി. ഈ മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുത്ത്, മറ്റുള്ളവരുടെ ശിക്ഷകൾ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ച വ്യക്തിക്ക് 3 ദിവസം കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ടാവുകയാണ്, ഒരു ഉയർച്ച ഉണ്ടാവുകയാണ്. ഇത് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ആലോചിച്ചു. ചെയ്യാത്ത കുറ്റത്തിന്, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ പഴിചാരുക, അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയുക, 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ മരണത്തെ അതിജീവിക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ മരണം ഉള്ളത് എനിക്കിഷ്ടമല്ല, ആരും മരിച്ചു പോകുന്ന ഇഷ്ടമല്ല, മരണത്തെ അതിജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം മരണത്തെ അതിജീവിച്ച, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി അന്ന് എനിക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാര്യം എന്താണ്? ഞാൻ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്താൻ ആഗ്രഹിച്ച, ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച മറ്റാരും ഈ ലോകത്ത് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അല്ലെങ്കിൽ മരണത്തിന് ശേഷം ജീവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ മരണത്തിന് ശേഷം ഇതാ ഒരാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. എനിക്ക് അത്ഭുതമായി. അപ്പം ഞാനത് ഇങ്ങനെ ആലോചിച്ചിരുന്ന് ബൈബിൾ അടച്ചു വെച്ചിട്ട് ഞാൻ പിന്നെയും ബൈബിൾ തുറന്നപ്പോഴാണ് നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് എന്ന ഈ വചനം ഞാനിങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അത് എന്നോട് പറയുന്ന പോലെയാണ്, നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, ഞങ്ങൾ രാമായണം വായിക്കുകയും പുരാണ പാരായണം ചെയ്യുകയും പിന്നെ ആരാധന, നമ്മുടെ കുടുംബ പരദേവതയൊക്കെ വച്ച് ആരാധിക്കുന്ന കുടുംബക്ഷേത്രമുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഞാനെന്ന് ആലോചിക്കണം. എനിക്ക് ഇത് മറ്റ് ബൈബിളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നോട് ഒരാൾ സംസാരിക്കുകയാണ്, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു, ഞാനങ്ങ് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തുറക്കുന്നു, വീണ്ടും ബൈബിൾ തുറക്കുമ്പോൾ പിന്നെ കാണുന്നത്, അതായത് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിബന്ധം വരുമ്പോൾ, ഒരു തടസ്സം വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ, നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ സമൂഹമോ സൊസൈറ്റിയോ നിന്നെക്കുറിച്ചൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയല്ല, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വായിച്ച മറ്റ് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്നെക്കുറിച്ച്, അപ്പോൾ നിന്നെക്കുറിച്ചൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയല്ല. 2 കോഡ്സ് ടച്ച് ചെയ്തപ്പോഴാണ് ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി. വീണ്ടും വായിച്ചപ്പോൾ അതിന് പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു മാതൃഭാവത്തിലുള്ള വചനങ്ങളാണ് ഈ ബൈബിൾ വഴി ലഭിക്കുന്നത്. എനിക്കൊരു അമ്മയോടെന്നുള്ള അതുപോലെ, കാര്യം അമ്മയോട് ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയോട് ഞാൻ എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഈ ബൈബിളിലെ പദാനുപദ വാക്യങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ പുതിയ നിയമത്തിലെത്തിയപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന വചനം കൃത്യമായി ഓർക്കുന്നു. ഈ പൗലോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലൻ
റോമയിലെ ആളുകൾക്ക് എഴുതിയ ലേഖനം, അത് 8-ാമത്തെ അധ്യായം 28, അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തെ സ്നേഹിച്ചാൽ എൻ്റെ പ്രയാസങ്ങൾ തീരുമെങ്കിൽ ഞാൻ ഇന്നു മുതൽ ആ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ബൈബിളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളും വായിച്ചു തീർത്തു. വായിച്ചു തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വല്ലാത്തൊരു ടച്ച്, നമുക്കെന്തെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ കിടക്കുമ്പോഴും സ്വപ്നത്തിലുമൊക്കെ ഈ ബൈബിളിലെ വചനങ്ങൾ എന്നെ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി. അലട്ടുക എന്ന് വെച്ചാൽ അസ്വസ്ഥത ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ബൈബിളിലെ ഈ കേട്ട വചനങ്ങൾ, അതായത് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്കെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. ഈ ഇത്രയും കാര്യങ്ങൾ, പിന്നെ നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിൽ ഞാൻ കണ്ടതെങ്കിൽ, എൻ്റെ ഈ പ്രശ്നത്തിന് ദൈവം ഒരു പരിഹാരം കാണണം, അല്ലെങ്കിൽ കാണേണ്ടതല്ലേ, ഞാനിപ്പോൾ ജീവിക്കുന്ന മരിച്ചവനെ പോലെയാണ് എന്നൊരവസ്ഥയിൽ ഞാൻ സ്വയം എന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ ഈ രാമായണം അല്ലെങ്കിൽ ഭാഗവതമൊക്കെ പാരായണം ചെയ്യാൻ പോകുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നതെന്ന് പറഞ്ഞല്ലോ. അച്ഛനൊക്കെ അതിൻ്റെ ആളായിരുന്നു. ഞാൻ ചോഴിയക്കോട് എന്ന് പറയുന്ന അമ്പലത്തിൽ, അന്ന് ഉത്സവമാണ്, അന്ന് ഭാഗവത പാരായണം കഴിഞ്ഞിട്ട് ഞാനന്ന് വൈകുന്നേരം ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ചോഴിക്കോട് പള്ളിയിൽ ധ്യാനം നടക്കുക. ഒരു ജോൺസൺ ചരുവുകാലായിൽ എന്ന് പറഞ്ഞ ഒരച്ഛനും ഡോക്ടർ സജി മുക്കൂട്ടുമണ്ണിൽ, അദ്ദേഹം ഇപ്പോൾ US-ലാണ്, ഈ സജി അച്ഛനും ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബസ് വന്ന് ഞാൻ കയറിയില്ല, ഞാനത് കേട്ടോണ്ട് നിന്നു. അപ്പോൾ 2-ാമത്തെ ബസ് വന്നിട്ടും കയറിയില്ല, എന്നിനി ഒരു ബസ്സും കൂടെ ഉള്ളൂ ലാസ്റ്റ്. ഞാനിങ്ങനെ അവിടെ നിന്നപ്പോൾ ഈ അച്ഛൻ മൈക്കിൽ കൂടെ പറയുകയാണ്. അതായത് അച്ഛൻ പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഞാനങ്ങനെ മെല്ലെ ഇത് കേട്ടിട്ട് ഈ പള്ളി അങ്കണത്തിലേക്ക് കയറി. എല്ലാവരും നോക്കുകയാണ്, കാര്യം വൈകുന്നേരം വരെ ഭാഗവതം പാരായണം ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ പള്ളി അങ്കണത്തിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ മൈക്കിൽ കൂടി എൻ്റെ പേര് വിളിച്ചു. ഉണ്ണിയെ കർത്താവ് സ്പർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് വരാൻ പറഞ്ഞു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഈ പറഞ്ഞതുപോലെ എനിക്ക് അച്ഛന്മാരായിട്ട് വലിയ ഹൃദ്യമായ ബന്ധമൊന്നുമില്ല. ഞാൻ സ്റ്റേജിൻ്റെ പിന്നിൽ ചെന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പള്ളിയിലെ ലാൻഡ് നമ്പർ തന്ന് അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, ഒരു പാട്ട് പുസ്തകം തന്നിട്ട് പറഞ്ഞു, മോനെ സമയം കിട്ടുമ്പോൾ പുനലൂരാണ്, പുനലൂർ കറവൂർ എന്ന് പറയുന്ന ഗ്രാമം, അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഞാൻ എന്നിട്ട് BA-ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഞാൻ അതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട്, എനിക്ക് ആയുർവേദ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് എനിക്ക് കന്യാകുമാരി ജില്ല, തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, ഈ 3 ജില്ലയുടെ പ്രവർത്തനം, അത് ആ ഒരു ജോലിയും കിട്ടി. അങ്ങനെ ഞാൻ ഈ 3 ജില്ലകളിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 1 മാസം നന്നായിട്ട് മുന്നോട്ട് പോയി, പിന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്, ബിസിനസ് എങ്ങും ബിസിനസ്സില്ല. അപ്പോൾ ഞാൻ ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തിട്ട് ഞാൻ അച്ഛനെ കാണാൻ ചെന്നു. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞതുപോലെ കുറേ നേരം ധ്യാനിച്ചിരുന്നിട്ട് മിണ്ടാതിരുന്നിട്ട് അച്ഛൻ പറഞ്ഞു, മോനൊരു വിളിയുണ്ട്, ദൈവം ക്രിസ്തു
മോനെ സ്പർശിച്ചിരിക്കുകയാണ്. ഇനി ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി വേണം മോൻ ജീവിക്കാനുള്ളതെന്ന് പറഞ്ഞു. എനിക്ക് അന്നും ഈ പറഞ്ഞ ഒന്നും അറിയില്ല. അച്ഛനൊരു പുതിയ ബൈബിൾ തന്നു, അച്ഛൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ തന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഈ ബൈബിൾ തുറന്നിട്ട് ഞാൻ ഈ ബൈബിളിനെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എനിക്കിഷ്ടപ്പെട്ട വചനങ്ങൾ അതെല്ലാം ഞാൻ വരച്ച് വെച്ചിട്ട് അപ്പോൾ നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള ഭാഗം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്റ്റക്കായിരിക്കുന്ന എൻ്റെ ജോലിയെ ഒന്ന് സ്മൂത്താക്കി തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് സാമ്പത്തികം വേണം, അത് സ്മൂത്താക്കി തരണമെന്ന് പറഞ്ഞു. ഏകദേശം എനിക്കൊന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ ബിസിനസ് അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. ഇന്നും ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു, ബിസിനസ് ഈ 3 ജില്ലകളിലെയും ബിസിനസ് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഒരു ദിവസം 3000-3500 രൂപ ഒരു 12 മണി വരെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക്. പിന്നെ ഞാൻ പണിയേ ചെയ്യത്തില്ല. പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനയും ജപമാല ചൊല്ലലും ഒക്കെ ആയിട്ട് ഞാൻ 1 മണിക്കൂറോളം ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് കിടന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ കാലം കൂടി ഈ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോയി. ഞാനോ പിന്നെ എൻ്റെ ഡിഗ്രിയൊക്കെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞു. പിന്നെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആരോടും ഒന്നും പറയാറില്ല. അന്നും ഇന്നും എൻ്റെ ഒരു ശീലമാണ്, എന്നോട് ഏറ്റവും അടുപ്പമുള്ളവരോടല്ലാതെ മറ്റൊരു മനുഷ്യനോടും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളും ഒന്നും പറയാറില്ല. ക്രിസ്തു ആരാണ്, എന്താണ് എനിക്ക് എന്ന് ചിന്തിച്ചാൽ ഉത്തരം ഒരുപാട് പറയേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു പോയവനെ ഉയർപ്പിക്കുന്ന ഒരാളും മരിച്ച് ഉയർത്ത ഒരാളുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നമ്മൾക്ക് മരണം സംഭവിക്കുന്നത് പലപ്പോഴും ഈ നമ്മുടെ ഡെഡ് ബോഡി അല്ല, നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന ഈ ബോഡി മരിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ മനസ്സ് തകർന്ന് നമുക്ക് പ്രവർത്തിക്കാനാവാതെ നിർജീവമായി നിൽക്കുന്നൊരു സമയമുണ്ട് ജീവിതത്തിൽ. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. ഈ മരുഭൂമി അനുഭവം എന്നൊക്കെ പറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കരച്ചിലിൻ്റെ, ഒരു മരുഭൂമിയുടെ ഈ തിക്താനുഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഈ തിക്താനുഭവത്തിൽ നമുക്ക് ജീവനും വെളിച്ചവുമായി നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീണുപോയ കുഴിയിൽ നിന്ന് കൈ എത്തിച്ച് നമ്മളെ പിടിച്ചു കയറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, ഉത്തമ സ്നേഹിതനുണ്ടെങ്കിൽ, ഈ കുറ്റങ്ങളുടെയും കുറവുകളുടെയും ലിസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് നിരത്തി നീ നന്നായെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവൂ എന്ന് പറയാതെ, നമ്മുടെ തെറ്റോ കുറ്റോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമുക്കുണ്ടായിട്ടുള്ള കുറവുകളോ ഒന്നും നോക്കാതെ നീങ്ങി വാടാന്നും പറഞ്ഞ് നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്ന, കൂട്ടുകൂടുന്ന ഒരു സ്നേഹിതനാണ് എനിക്ക് അന്നും ഇന്നും എന്നും ക്രിസ്തു എന്ന് പറയുന്ന ബൈബിളിലെ വ്യക്തിത്വം. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമ. ഈ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. അദ്ദേഹം തന്നെ കുരിശിൽ തറച്ച് കൊന്ന മനുഷ്യരോട് പോലും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. അപ്പോൾ എനിക്ക് ക്രിസ്തുവിൻ്റെ ക്ഷമ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പാലിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇങ്ങോട്ട് എന്നെ ദ്രോഹിച്ചവരുണ്ട്, തെറ്റ് ചെയ്തവരുണ്ട്. പക്ഷെ അവരോട് പോലും ശത്രുതയില്ലാതെ സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ കഴിയുന്നൊരു വലിയ സ്വഭാവം എനിക്ക് ക്രിസ്തുവിൽ നിന്ന് പകർന്നു കിട്ടി. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ ഈ പഠിപ്പിച്ചിരുന്നു എന്ന് പറയും. ക്രിസ്തു സിനഗോഗുകളിലൊക്കെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നും ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോഴും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമൊക്കെയുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോഴും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം, ക്രിസ്തു എന്താണ് പഠിപ്പിച്ചിരുന്നത്, എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. മറ്റൊന്ന്, ക്രിസ്തു ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ ഇന്നും എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യം ഈ കുറച്ച് നേരമെങ്കിലും ഒറ്റയ്ക്കിരിക്കാനാണ്, ശാന്തമായിട്ടിരിക്കുക. അതിനിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ അതിന് സാധ്യമല്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ പറമ്പിൽ പോയിരിക്കും, ചിലപ്പം എവിടെയെങ്കിലും യാത്ര പോവും, ചിലപ്പോൾ എവിടെയെങ്കിലും മുറിയിൽ കഥകളച്ചിരിക്കും, ചിലപ്പോൾ റൂം എടുത്തിരിക്കും. കാരണം ശാന്തമായിരിക്കുക, കുറച്ച് നേരം ഏകാന്തമായിട്ട് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു കുരിശുണ്ടെങ്കിൽ
ഒരു കുരിശുണ്ടെങ്കിൽ ഒരു ഉയർപ്പ് ഉറപ്പാണ്. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു സക്സസ്, ഒരു വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഒരു പെയിൻ ഇല്ലാതെ, ഒരു വേദനയില്ലാതെ ഒരു വിജയവും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് എന്നെ പഠിപ്പിച്ച ഒരു വലിയ വ്യക്തിപ്രഭാവമാണ് ഈ ക്രിസ്തു എന്ന് പറയുന്നത്. എൻ്റെ എഴുത്ത് ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ട ഒരു കരുണാസ്പർശമാണ് ക്രിസ്തു എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. കാരണം മിക്കവാറും എൻ്റെ എല്ലാ എഴുത്തുകളിലും ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാൽ അത്ഭുതങ്ങളുടെ നാട് എന്ന പുസ്തകത്തിനകത്തെ ഒരു ചാപ്റ്ററിൽ രക്ഷകൻ്റെ വരവറിയിച്ചുകൊണ്ട് എത്തുന്ന ക്രിസ്മസ് കരോൾ സംഘത്തിൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ജീവിതത്തിന് രക്ഷ കിട്ടുമോ എന്ന് ചോദിക്കുന്ന കുചേല സാധു എന്ന ഒരു കഥാപാത്രമുണ്ട്. അതിൻ്റെ ഏകദേശം 50-ാമത്തെ പുസ്തകമാണ്. എൻ്റെ ആദ്യ പുസ്തകം മഴയെക്കുറിച്ചുള്ള പുസ്തകമാണ്. അതിൽ ക്രിസ്തു ഉണ്ട്. അതിൽ ക്രിസ്തു ഈ ചൂടിൽ തണുപ്പായി, വിശപ്പിൽ ആഹാരമായി, ഭയത്തിൽ അഭയമായി, ദാഹത്തിൽ ജലമായി, തണുപ്പിൽ പുതപ്പായി എന്ന് പറഞ്ഞാൽ ഒരു കുറവുള്ളിടത്ത് പരിഹാരമായി എത്തുന്നവനാണ്. അത്തരത്തിലാണ് ആ പുസ്തകത്തിൽ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ ഡയറക്റ്റായിട്ട് അല്ല ക്രിസ്തു അതിൽ കടന്നു വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പുസ്തകം ലോക ക്രിസ്മസ് കഥകളാണ്, ആകാശവിളക്കാണ്. ഇങ്ങനെ ഈ 50 പുസ്തകങ്ങളിലും എവിടെയൊക്കെയോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളോ അനുഭവങ്ങളോ ഉണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകം, 1-2 പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ഹാരിയും പോർട്ടറും. ഈ പുസ്തകത്തിനകത്ത് ക്രിസ്തു ഉണ്ട്. ദൈവത്തെ വ്യക്തമായിട്ട് ബൈബിൾ വചനം, അത് സയൻസാണ്, സയൻസ് ഫിക്ഷനാണ്. പക്ഷേ ഈ സയൻസ് ഫിക്ഷനിൽ ബൈബിൾ വചനം കൃത്യമായിട്ടും അതിനകത്ത് സ്വാഭാവികമായിട്ടും കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ എഴുതിയ ശാസ്ത്ര പുസ്തകങ്ങളിലെല്ലാം പിന്നെ ഈ ബൈബിളിലെ കൊട്ടേഷൻസ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബിബ്ലിക്കലായിട്ട് ഞാൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട അതിമനോഹരമായൊരു പുസ്തകം, ഇപ്പോൾ അതിൻ്റെ കോപ്പികൾ കുറവാണ്, സക്സസ് ഇൻ ജീസസ്. ക്രിസ്തുവിൽ എങ്ങനെയാണ് ഒരാൾ സക്സസ് ആവുന്നത്? ഇപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്തു എന്ന് പറയുന്ന ഒരു നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു വഴിയാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണ് സക്സസ്സിലെത്തുന്നത്? ഒരാൾ ക്രിസ്തുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് വിജയത്തിലെത്തുന്നത്? ക്രിസ്തുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്കെങ്ങനെ വിജയത്തിലെത്താം എന്നുള്ളതിൻ്റെ വ്യക്തമായ മാർഗരേഖകളാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയ സക്സസ് ഇൻ ജീസസ് എന്ന പുസ്തകം. വാസ്തവം പറഞ്ഞാൽ ഇതാണ് ഞാൻ അറിഞ്ഞ ക്രിസ്തു. ക്ഷമാശീലനായ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ശത്രുവിനെ സ്നേഹിക്കണം എന്നുദ്ഘോഷിക്കുന്ന, അത് ജീവിതത്തിൽ കൂടി പ്രാവർത്തികമായി പഠിപ്പിച്ച ദൈവം സ്നേഹമാകുന്നു എന്ന് ഈ ലോകത്തെ നോക്കി പ്രകാശം പോലെ വചനം ജനങ്ങൾക്ക് നൽകിയ, നമുക്ക് ഓരോരുത്തർക്കും നൽകിയ, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ഒരേ ഒരാൾ ചരിത്രത്തിൽ ദൈവമെന്ന് പറയാം, ദൈവപുത്രൻ എന്ന് പറയാം, മനുഷ്യപുത്രൻ എന്ന് പറയാം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം എന്ന് പറയാം, ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയാം, എന്തു വേണോ പറയാം. ആ ക്രിസ്തുവാണ് എൻ്റെ